സുഹൃത്തുക്കളെ, നമ്മളിന്നായിരിക്കുന്നത് സക്കായുടെ വീട്ടിലാണ്. സോ ഇന്നലെ സക്കായുടെ വീട്ടിൽ യേശു വന്നു. സക്കായുടെ വീട്ടിനകത്ത് യേശു വന്നതിന് ശേഷം സക്കായുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ സക്കായിട്ട് സംസാരിക്കാം, സക്കായുടെ വിശേഷങ്ങൾ അറിയാം. ലെറ്റ്സ് ഗോ. ഹായ് സാർ, വെൽക്കം ടു അവർ ഇന്റർവ്യൂ. സോ സക്കായി നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് വിശേഷങ്ങൾ നമ്മൾ സക്കായിട്ട് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് യേശു സക്കായുടെ വീട്ടിലേക്ക് വരികയും യേശു സക്കായുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യം ഉണ്ടായത്. സോ സക്കായുടെ ജീവിതത്തിനകത്ത് അതിനുശേഷം എന്താണ് സംഭവിച്ചത്? യേശു നിങ്ങളുടെ കൂടെ വന്നു, യേശു നിങ്ങളുടെ ആ ഒരു യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്താണ് ജീവിതത്തിനകത്ത് വലിയ മാറ്റം? ഞാൻ മുമ്പൊരു ടാക്സ് കളക്ടറായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അറിയാതെയൊക്കെ ദ്രോഹം, അവർക്ക് വിഷമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ യേശു വന്നപ്പോൾ അതിൽ നിന്നും ഞാൻ ചെയ്തത് ശരിയല്ല എന്നൊരു ബോധ്യം എനിക്ക് ഇന്നലെ ഉണ്ടായി. യേശുവിന്റെ ക്യാരക്ടറിൽ നിന്ന് യേശുവിന്റെ രീതിയും സ്വഭാവത്തിൽ നിന്നും ഞാൻ ജീവിക്കുന്നതല്ല ശരിയെന്നൊരു പാപബോധം എനിക്ക് ഉണ്ടായി. എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നോ? ഒത്തിരി ജനങ്ങൾ യേശുവിനെ തിങ്ങിക്കൂടിയാണ് യേശു ഇപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശു തങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? എന്തെങ്കിലും ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ സക്കായി സാറിന്റെ വീട്ടിലേക്ക് യേശു വന്നത്? അയ്യോ, അങ്ങനെയല്ല. ഞാൻ യേശുവിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ പരിധികൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തിമരത്തിന്റെ മുകളിൽ കയറിയത്. പക്ഷെ യേശു എന്നെ കാണുകയും യേശു എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. സക്കായി ഇറങ്ങി വന്ന് വിളിച്ച് ഞാനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ. പക്ഷെ യേശു എന്റെ വീട്ടിൽ വന്നു, എന്നെ വിളിച്ച് എന്റെ വീട്ടിൽ വന്നു. അത് ഒരുപാട് സന്തോഷമാണ്. സക്കായിയുടെ ജീവിതം മുൻപത്തെ പോലെയാണോ ഇപ്പോ? എന്താ പറയാ, സക്കായുടെ ജീവിതത്തിന്റെ ശൈലിയെ മാറിയോ? എന്താണ് യേശുവുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിനകത്ത് വന്ന ആ ഒരു മാറ്റം? ഞാൻ മുമ്പ് എന്റെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളായിരുന്നു. എന്റെ ജീവിതങ്ങൾ, എന്റെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെ ചിന്തിക്കുള്ളൂ. മറ്റൊരു മനുഷ്യനെ പറ്റി ഞാൻ ചിന്തിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ യേശു വന്നതിന് ശേഷം ഞാൻ എന്റെ കൂടെയുള്ള മനുഷ്യരെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഞാൻ അവരെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണം. അവരെ മനസ്സമാധാനം, ഞാൻ നശിപ്പിച്ച സമാധാനം തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സക്കായി സാറിന്റെ ജീവിതം ആകെ മാറി എന്നാണ് സാറ് പറയുന്നത്. അതുപോലെ അനാവശ്യമായി വാങ്ങിച്ച സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനും, സാറിന്റെ ജീവിതത്തിനകത്ത് യേശു എന്നുള്ളൊരു വ്യക്തിയെ കണ്ടുമുട്ടിയതോടെ സാറ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിനകത്താണ് സാറിന്റെ അടുത്ത് യേശു വന്നത്. ഞാൻ വചനത്തിനകത്ത് ഇങ്ങനൊരു വാക്യം, യേശു വന്നത് എന്തിനാണെന്ന് യേശുവിനോട് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കളഞ്ഞുപോയതിനെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സോ സാറിനെയും യേശു തിരഞ്ഞു രക്ഷിച്ചു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.